പിന്നെ പെരിക്കലും പൊറക്കലൊക്കെ കഴിച്ച് പറഞ്ഞാൽ സാഗര ശയന ഹരേ ക്ഷീരസാഗര ശയന ഹരേ ഇങ്ങനെ ഹൃദയം വിട്ട് വിളിച്ചാൽ ഭഗവാൻ അതുവരെയുള്ള കാര്യങ്ങളെല്ലാം മറന്നു പോകത്രേ. ഇതാണ് ഈ ഭഗവാന്റെ ഒരു സ്വഭാവം. അതുവരെ എന്തൊക്കെ തെറ്റുണ്ടെങ്കിലും ഈ അനന്യാഹ ചിന്തയന്തോ മാം ഏ ജന, ആ സമയത്താണ് സ്മരണ വേണ്ടത്. ഭക്തി പൂണ്ടു യമദൂതന്മാരാണ് വന്നത്. ഭയത്തോടു കൂടിയിട്ട് ഇനി എനിക്ക് രക്ഷയില്ല, ഇവരെ കണ്ട് പേടിച്ച് പരിഭ്രമിച്ചുകൊണ്ട് ദൂരേ ക്രീഡനഗാസകൃതം പുത്രം നാരായണാഹ്വയം പ്ലാവിതേന സ്വരേണോച്ചൈ ആജുഹാവ ആകുലേന്ദ്രിയ. ദൂരെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ പുത്രൻ, ഇളയ കുട്ടി ആരാണത്? നാരായണനെ പ്ലാവിതേന സ്വരേണ ഉച്ചൈഹി ആജുഹാവ ആകുലേന്ദ്രിയ. അന്ത്യനിമിഷത്തില് എന്താ വേണ്ടത്? അന്തേ നാരായണ സ്മൃതി യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാൽ വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ഈ അന്ത്യനിമിഷത്തില് ആ ഭഗവാന്റെ ഒരു സ്മരണ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്തേ വിഷ്ണുവിന്റെ പാർശ്വന്മാർ ചെയ്ത ഇദ്ദേഹത്തെ എൺപതായിട്ട് അങ്ങനെ ഒന്നുപോലും സാധിക്കാൻ മഹാഭാഗ്യം. കാലവർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ അവരുടെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഈ ഓ ഹരി ഓ ഹരി കർപ്പൂരപ്രിയനെ കുമ്പിടുന്നു ചെയ്തുകൊണ്ട് നൃത്തം ചെയ്യുന്ന സമയത്താണ് ഹിരണ്യകശിപു വരുന്നതല്ല, ഗുരുക്കന്മാര് ചെന്നു